ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. The angle of elevation of the top of a tower from a point on the ground which is 30 meter away from the foot of the tower is 30 degree. Find the height of the tower. നമുക്ക് ചിത്രം ഒന്ന് വരച്ചാലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ടവർ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെ ഒരു പോയിന്റിൽ നിന്നും ഒരു ടവറിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള കോൺ, അതെന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് അല്ലെ. 30 മീറ്റർ എവേ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. ടവറിന്റെ അടിയിൽ നിന്നും 30 മീറ്റർ അകലെയാണ്. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് വരച്ചിട്ടുള്ള നേരെ തിരിച്ചാണ്. അപ്പോൾ ഒരു ടവർ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് 30 മീറ്റർ അകലെ 30 ഡിഗ്രിയിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിന്റെ ഹൈറ്റ് കാണണം. നോക്കിയാ, ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്നത് ഏതാണ്? ടാൻ ആണ് അല്ലെങ്കിൽ കോട്ടാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടവർ AB എന്ന് കൊടുത്തിട്ടുണ്ട്, ടാൻ 30 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഉപയോഗിക്കുക, അഥവാ ടാൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 30, 60, 90 വരുന്ന ട്രയാങ്കിൾ ഞാനിവിടെ വരച്ചു. ഇതിൽ നിന്ന് ടാൻ 30യുടെ വാല്യൂ എന്താ? ടാൻ 30 ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അഥവാ 1/√3. BC എന്ന് പറയുന്നത് 30 ആണ്. ഇനി 30നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായി? 30/√3 = AB എന്നായി. 30നെ നമുക്ക് 10 × 3 എന്ന് എഴുതി കൂടെ. ഇനി 3നെ നമുക്ക് എങ്ങനെ എഴുതാം? √3 × √3 എന്ന് എഴുതാം. അപ്പൊ അതിൽ നിന്നൊരു √3 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ ABയുടെ നീളം 10√3 എന്ന് കിട്ടും, അഥവാ ടവറിന്റെ നീളം 10√3 ആണ് എന്ന് കിട്ടും. ഹൈറ്റ് ഓഫ് ദ ടവർ 10√3.